വെൽക്കം ടു ജയലാൻ വി എസ് ലേണിംഗ് ക്ലാസ് റൂം. വരുന്ന PSC പരീക്ഷകൾക്ക് സഹായകമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വിടാതെ പഠിക്കുക. നോക്കാം. 2024 വേൾഡ് ഫ്യൂച്ചർ എനർജി ഉച്ചകോടിയുടെ വേദി അബുദാബി. 2024 ലോക സൈബർ ക്രൈം ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 10. ലോക സൈക്കിൾ ദിനം ജൂൺ 3. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. 2024 അണ്ടർ 23 ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ വേദിയായിരുന്നത് ഖത്തർ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ തമിഴ്നാട് വനിത മുത്തമിഴ് സെൽവി. പ്രഥമ ആണവോർജ ഉച്ചകോടിയുടെ വേദി ബ്രസൽസ്. T20 ക്രിക്കറ്റിൽ 500 സിക്സറുകൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം രോഹിത് ശർമ്മ. ഇന്ത്യയിലെ ആദ്യത്തെ അന്തർവാഹിനി വിനോദസഞ്ചാരം ആരംഭിക്കുന്നത് എവിടെയാണ്? ദ്വാരക. ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് കേദാർ ജാദവ്? ക്രിക്കറ്റ്. 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫ്. ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ലേസർ വികസിപ്പിച്ച രാജ്യം റൊമാനിയ. അടുത്തിടെ ഓസ്ട്രേലിയയുടെ വടക്കൻ പ്രദേശങ്ങളിൽ വീശിയ ചുഴലിക്കാറ്റ് മേഘൻ. പി കേശവദേവ് ട്രസ്റ്റിന്റെ തിരക്കഥാ രചനയ്ക്കുള്ള സാഹിത്യ പുരസ്കാരം ജേതാവ് അടൂർ ഗോപാലകൃഷ്ണൻ. കേരളത്തിലേക്ക് ആദ്യമായി പരീക്ഷണ ഓട്ടം നടത്തിയ ഡബിൾ ഡക്കർ ട്രെയിൻ ഉദയ് എക്സ്പ്രസ്. UN സമാധാന സേന അന്താരാഷ്ട്ര ദിനം എന്നാണ്? മെയ് 29. ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ദിനേശ് കാർത്തിക്? ക്രിക്കറ്റ്. ചേക്കുട്ടി എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ബാലസാഹിത്യ പുരസ്കാരം നേടിയതാര്? സേതു. 2023 അർജുന അവാർഡ് നേടിയ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി. സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതി നേർവഴി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം നിയമസഭാംഗമായിരുന്നതിന്റെ റെക്കോർഡ് സ്വന്തമാക്കിയത് ആര്? ഉമ്മൻചാണ്ടി. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു പ്രദേശത്തുണ്ടാകുന്ന അതിശക്തമായ പേമാരി പ്രതിഭാസം അറിയപ്പെടുന്നത് മേഘവിസ്ഫോടനം. 2024 ഏപ്രിൽ കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി കേരള ഹൈക്കോടതി. 2023 മാർച്ച് 30 100 വയസ്സ് പൂർത്തിയായ കേരള ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറിയ സംഭവം വൈക്കം സത്യാഗ്രഹം. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ജയ്ഷാ. KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെന്റിനായി തുടങ്ങിയ ആപ്പ് ചലോ ആപ്പ്. ലോകത്തിൽ ആദ്യമായി പന്നിയുടെ വൃക്ക മനുഷ്യനിൽ വച്ചു പിടിപ്പിച്ചത് ഏത് രാജ്യത്തെ ഡോക്ടർമാരാണ്? അമേരിക്ക. 2023-24 വർഷത്തെ ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് എത്രയാണ്? 8.2%. അടുത്തിടെ വികസിപ്പിച്ച ആറ്റത്തിന്റെ കനമുള്ള സ്വർണ്ണപ്പാളി ഗോൾഡിൻ. 2023 ചെന്നൈ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിൽ ജേതാവായത് ഗുകേഷ് ഡി. 2023 സത്യൻ പുരസ്കാര ജേതാവ് മനോജ് കെ ജയൻ. ആംനസ്റ്റി ഇന്റർനാഷണൽ ഡേ ആയി ആചരിക്കുന്നത് മെയ് 28. കേരള സാമൂഹിക നീതി വകുപ്പിന് കീഴിൽ ആരംഭിക്കുന്ന ഡിമെൻഷ്യ സൗഹൃദ പദ്ധതി ഓർമ്മത്തോണി. കേരള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ആദ്യ വനിതാ ഡയറക്ടർ നീത കെ ഗോപാൽ.
അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം മൈത്രി 2. അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ മേഘമല വെള്ളിവരയൻ ഏത് ജീവി വർഗത്തിൽപ്പെടുന്നു? ചിത്രശലഭം. അഗ്നിപഥ് പദ്ധതിയിലൂടെ വ്യോമസേനയിൽ ഇടം നേടിയ ആദ്യ മലയാളി വനിത? മേഘ മുകുന്ദൻ. അടുത്തിടെ മീരാഭായിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ നാണയം? 525 രൂപ നാണയം. 525 രൂപ നാണയം. 2022 നവംബർ 18 വിക്ഷേപിച്ച സ്വകാര്യ മേഖലയിൽ നിന്നുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് ഏത്? വിക്രം എസ് റോക്കറ്റ് വികസിപ്പിച്ചെടുത്ത ഹൈദരാബാദ് ആസ്ഥാനമാക്കിയ സ്റ്റാർട്ടപ്പ് സംരംഭം ഏത്? സ്കൈറൂട്ട് എയ്റോസ്പേസ്. നക്ഷത്രസഭ എന്ന പേരിൽ ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ട്രോ ടൂറിസം പ്രചാരണം നടന്ന സംസ്ഥാനം? ഉത്തരാഖണ്ഡ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ പഞ്ചായത്ത് ഏത്? കുളത്തൂപ്പുഴ. സംസ്ഥാന സർക്കാർ അടുത്തിടെ കലാരൂപമായി അംഗീകരിച്ച അനുകരണ കല? മിമിക്രി. 2024 കാലാവസ്ഥാ ഉച്ചകോടി വേദി? അസർബൈജാൻ. ഏത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പൈതൃക ഇടനാഴിയാണ് അടുത്തിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? പുരി ജഗന്നാഥ ക്ഷേത്രം, ഒഡീഷ. 2024 മെയ്യിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച UN-ലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയായിരുന്ന വ്യക്തി? രുചിര കാംബോജ്. 200 കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചിത്രം? മഞ്ഞുമ്മൽ ബോയ്സ്. 2023 അർജുന അവാർഡ് നേടിയ മലയാളി? എം ശ്രീശങ്കർ ലോങ് ജമ്പ്. അത്ലറ്റിക്സ് ചാമ്പ്യന്മാർക്ക് പ്രൈസ് മണി ലഭിക്കുന്ന ആദ്യ ഒളിമ്പിക്സ്? 2024 പാരീസ് ഒളിമ്പിക്സ്. സ്കൂൾ ബസ്സുകളിൽ ഓൺലൈൻ ട്രാക്കിംഗ് സംവിധാനം നടപ്പാക്കുന്നതിനായി MVD വികസിപ്പിച്ചെടുത്ത ആപ്പ്? വിദ്യാവാഹൻ.